യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും താൻ ചെയ്യുവാനിടയായി തീർന്നു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം, നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷവാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അവരെ സൗഖ്യമാക്കി. അതെ, ലോകത്തിൻ്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും നിരക്കാവുന്നതിനേക്കാൾ മേൽത്തരമായ ദൈവിക അത്ഭുതങ്ങളാണ് യേശുക്രിസ്തുവിലൂടെ ലോകത്തിൽ നടന്നുകൊണ്ടിരുന്നത്. അതെ, ദൈവിക അത്ഭുതങ്ങളുടെ ശക്തി അത് നമ്മൾക്ക് വിവേചിക്കുന്നതിനേക്കാൾ വലുതാണ്. എന്തുകൊണ്ട് നാം കർത്താവായ യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെ വിശ്വസിക്കണം? ഒന്ന്, ദൈവവചനത്തിൻ്റെ അതിൻ്റെ ആധികാരികത അത് വളരെ വ്യക്തമാണ്. 2, വ്യത്യസ്ത നിലകളിലുള്ള നാനാവ്യാധികളും രോഗികളുമായിരുന്നവരെ യേശു സൗഖ്യമാക്കി. മരിച്ചവരെ ഉയർപ്പിച്ചു, കടലിന്മേൽ നടന്നു, വെള്ളം വീഞ്ഞാക്കി, അങ്ങനെ വ്യത്യസ്ത നിലകളിലുള്ള അത്ഭുതം ചെയ്തു. അതെ, ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത് നമ്മളുടെയും ജീവിതത്തിൽ യേശുവിന് ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും. ഒരുപക്ഷെ മനുഷ്യനോട് പറയുവാൻ കഴിയാത്ത, ആരുടെയും മുമ്പിൽ ഷെയർ ചെയ്യുവാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ വിഷയവുമായി നാം ഇന്ന് ആയിരിക്കുന്നുവെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഇന്നും കുറുതായി പോയിട്ടില്ല, അത് ചെറുതായി പോയിട്ടില്ല. നാം ചിന്തിക്കുന്നതിനേക്കാൾ മേൽത്തരവും ഉന്നതവുമായി അത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അത് നമ്മിൽ സംഭവിക്കണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടുന്നത്? 1, നിഷ്കളങ്ക മനസാക്ഷിയോടും നേരോടും കൂടെ ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലുക. മാത്രമല്ല, നമ്മളുടേതാകുന്ന നിഗളവും എടുത്തുചാട്ടവും എല്ലാം മാറ്റിക്കളയുക. ദൈവത്തിന് മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുവാൻ കഴിയൂ എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. അതെ, ഇന്നെന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, ദൈവത്തിന് നമ്മളുടെ മേലും ഒരത്ഭുതം ചെയ്യുവാൻ കഴിയും. അതെ, പഴയ നിയമകാലത്ത് അനേക അത്ഭുതങ്ങൾ ദൈവത്തിലൂടെ നടന്നിട്ടുണ്ട്. പുതിയ നിയമകാലത്ത് ശിഷ്യന്മാരിലൂടെയും യേശുവിലൂടെയും പഴയ നിയമ ഭക്തന്മാരിലൂടെയും ഒക്കെ അനേക അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ആ അത്ഭുതത്തിൻ്റെ ശക്തി ഇന്നും ചെറുതായി പോയിട്ടില്ല. ആ അത്ഭുതത്തിൻ്റെ ശക്തി ഇന്നും വീര്യം പ്രവർത്തിക്കുവാൻ പര്യാപ്തമാണ്. അതെ, യേശുവിൽ വിശ്വസിക്കുക, അവൻ നിനക്കായി അത്ഭുതങ്ങളെ ചെയ്യും.